നമസ്കാരം, ഞാൻ ഡോക്ടർ മേരി ജോർജ്, ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വൻകുടലിലെ ക്യാൻസറിനെ കുറിച്ചാണ്. എന്താണ് വൻകുടലിലെ ക്യാൻസർ? വൻകുടൽ എന്ന് പറയുന്നത് നമ്മുടെ കുടലിൻ്റെ അവസാനത്തെ ഭാഗമാണ്. അപ്പം അതിനകത്തെ ക്യാൻസർ എന്ന് നോക്കിയാൽ നമ്മുടെ ലോകത്തുള്ള ഇപ്പോൾ ക്യാൻസറിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ ഇത് 3rd പൊസിഷനിലാണ്. അത്രയും കോമൺ ആണ്. ഈ സാധാരണയായി ഇത് കണ്ടുവരുന്നത് 45-50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ്. ഇനി നമുക്കിതിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. ഏർലി സ്റ്റേജിൽ സാധാരണ ഇതിന് ലക്ഷണങ്ങൾ കുറവാണ്. പക്ഷേ സിംറ്റംസ് വന്നു തുടങ്ങുമ്പോൾ സാധാരണയായി കാണുന്ന സിംറ്റം എന്ന് പറഞ്ഞാൽ ഒന്ന് മലത്തിൽ ബ്ലഡ് കാണും. അത് സാധാരണയായി മലദ്വാരത്തിൻ്റെ അടുത്തുള്ള ക്യാൻസറിലാണ് നമുക്ക് മലത്തിൽ ബ്ലഡ് കാണുന്നത്. ഫ്രഷ് ബ്ലഡാണോ മലത്തിൻ്റെ കൂടെ മിക്സ് ആയിട്ടാണ് സാധാരണ വരിക. ഈ വൻകുടലിന് 2 ഭാഗങ്ങളുണ്ട്. ഇടതു ഭാഗത്തെ കുടൽ വൻകുടൽ, വലതു ഭാഗത്തെ കുടൽ. അപ്പം ഇടതു ഭാഗത്തെ കുടലിൻ്റെ വ്യാസം കുറവാണ്. അവിടെയുള്ള ക്യാൻസർ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ക്യാൻസറുകളാണ്. അതായത് വൻകുടലിന് ബ്ലോക്ക് ഉണ്ടാക്കുന്ന ക്യാൻസർ. അങ്ങനെ വന്നു തുടങ്ങിയാൽ നമുക്ക് മലബന്ധം വരും. പതുക്കെ അത് കൂടും. പിന്നെ അടിവയറ്റിൽ വേദന വരും. പിന്നെ ഓൾട്ടേർഡ് ബബൽ ഹാബിറ്റ്സ് വരും. അതായത് ആദ്യം നമുക്കൊരു 3 ദിവസം മലം പോവാതിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡയറിയ പോലെ ഒരു ദിവസം വരും. പിന്നെ എഗെയിൻ കോൺസ്റ്റിപ്പേഷൻ. അപ്പോൾ ഇങ്ങനത്തെ സിംറ്റംസ് വരുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വൻകുടലിൻ്റെ വലതു ഭാഗത്തെ ക്യാൻസേഴ്സ് എന്ന് പറയുമ്പോൾ അതിന് പൊതുവെ സിംറ്റംസ് ഉണ്ടാവില്ല. അവർക്ക് സാധാരണ രക്തക്കുറവാണ് വരുന്നത്, എസ്പെഷ്യലി അയൺ ഡെഫിഷ്യൻസി അനീമിയ. പിന്നെ അവർക്ക് ഭാരം കുറയുക, ക്ഷീണം, കിതപ്പ്, അത് അനീമിയ കാരണം വരുന്ന സിംറ്റംസാണ്. ഇങ്ങനത്തെയൊക്കെ സിംറ്റംസ് കാണാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വൻകുടലിൻ്റെ ക്യാൻസറിൻ്റെ പ്രത്യേകത ഏർലി സ്റ്റേജിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് സർജിക്കലി ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്കം വളരെ നല്ലതാണ്. ഓൾമോസ്റ്റ് ക്യൂർ 100% ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണയിൽ കവിഞ്ഞ് നമ്മുടെ വയറ്റിൽ നിന്ന് പോകുന്ന രീതിക്ക് അടിവയറ്റിലെ വേദന, മലത്തിൽ ബ്ലഡ് കാണുക, അങ്ങനത്തെ സിംറ്റംസ് കാണുമ്പോൾ നമ്മൾ ഡോക്ടറെ പോയി കണ്ട് ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കണം. സാധാരണ നമ്മൾ കണ്ടുപിടിക്കുന്നത് കൊളോണോസ്കോപ്പി എന്ന ടെസ്റ്റ് മുഖേനയാണ്. അപ്പം അതിനകത്ത് നമ്മൾ മരുന്ന് കുടിച്ച് വയറിളക്കി വൻകുടൽ ഫുള്ള് ക്ലീൻ ചെയ്ത് താഴെയുള്ള വലദ്വാരത്തിൽ കൂടെ ഒരു ട്യൂബ്, അതിൻ്റെ അറ്റത്തൊരു ക്യാമറ ഉണ്ടാവും. അതിനാണ് നമ്മൾ കൊളോണോസ്കോപ്പ് എന്ന് പറയുന്നത്. അതിട്ട് വൻകുടൽ ഫുള്ള് നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ തടിപ്പ് കാണുന്ന സ്ഥലത്ത് ബയോപ്സി എടുക്കും. അങ്ങനെയാണ് നമുക്ക് കൺഫേം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ CT സ്കാൻ, അങ്ങനത്തെ ടെസ്റ്റുകൾ ചെയ്ത് ഓങ്കോ സർജനെ കാണിച്ച് നമ്മൾ സർജിക്കലിയാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഏർലി സ്റ്റേജ് ആണെങ്കിൽ വളരെ നല്ല ഔട്ട്കം. അപ്പം നമുക്ക് നമ്മുടെ സാധാരണയിൽ കവിഞ്ഞ് വയറ്റിൽ നിന്ന് പോകുന്ന രീതിക്ക് എന്തെങ്കിലും വ്യത്യാസങ്ങൾ, മലത്തിലെ ബ്ലഡ് കാണുക അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ ഒരു ഡോക്ടറെ സമീപിക്കണം. ആവശ്യമുള്ള ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കണം.